ഹായ് ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ലുലു മാളിൽ ഓണാഘോഷത്തോട് അനുബന്ധിച്ചിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരുപാട് പരിപാടികൾ, ചെണ്ടമേളം, ബാൻഡ് മേളം, ഗാനമേള, പൂക്കാവടി, ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന പാറശാല സൈഡിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഉള്ള യാത്രയിലാണ് കേട്ടോ. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് കാണാം. ഞാൻ ഓട്ടോയിലാണ് പോകുന്നത്, ബൈപ്പാസിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എന്താണ് അവിടുത്തെ വിശേഷങ്ങളെന്നൊക്കെ നമ്മളൊന്ന് കാണാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള യാത്രാ ചാനലാണ്, യാത്രകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചാനൽ എല്ലാവരോടും സഹായിച്ച് 4000 സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ്. ചെറിയ ചെറിയ യാത്രകളാണ് നമ്മൾ പോകുന്നത്, ഇനി യാത്രകൾ പോകുന്നതാണ്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് പോകാം കേട്ടോ. ഓട്ടോയിലാണ് പോകുന്നത്, നമുക്ക് പോകാം മുന്നോട്ട്. അപ്പോൾ ഇനി ഒരു 25 കിലോമീറ്ററോളം ഉണ്ട് സ്ട്രൈറ്റ് ഇങ്ങനെ അങ്ങ് പിടിച്ച് പോവാം. 3 മണിക്കാണ് അവിടെ പരിപാടി തുടങ്ങുന്നത്, 3 മണിക്ക്. അപ്പോൾ 2:30 ആയിട്ടില്ല. അപ്പോൾ പാട്ടൊക്കെ കേട്ട് പതുക്കെ പോവാമെന്ന് വിചാരിക്കുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല റോഡിൽ, അല്ലെങ്കിൽ ബൈപ്പാസിൽ വലിയ തിരക്ക് കാണാറില്ല അല്ലേ. കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പതുക്കെ പാട്ടും പാടി അങ്ങോട്ട് പോവാം. ബാക്കി അവിടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 3:30 ആയപ്പോൾ നമ്മളിവിടെ ലുലു മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തിന് പാർക്കിങ്ങിലകത്ത് കയറുകയാണെങ്കിൽ കുറച്ച് പാടായിരിക്കും ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് അകത്ത് എന്തൊക്കെയാണെന്നുള്ള പരിപാടികൾ കണ്ടിട്ട് പെട്ടെന്ന് പോകണം. നമുക്കിതിന് റോഡിന് കുറുകെ ഒരു ബ്രിഡ്ജുണ്ട്, അപ്പോൾ അതുവഴി കയറി പോവാം. ഓട്ടോയിലാണ് വന്നത്. ഓട്ടോ നമ്മൾ റോഡിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ, പാർക്കിങ്ങിൽ കയറിയിട്ടില്ല. ഓക്കെ, ക്യാമറയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം അകത്ത് പോയിട്ട്. നമസ്തേ. കഴിച്ചേട്ടാ, വർക്കുണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് പറയാം. ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റേജ്. പിന്നെ ഇന്നിപ്പോൾ 3 മണിക്ക് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ക്രൗഡ് നന്നായി കുറവാണ്. ചെണ്ടമേളമല്ല, മറ്റേ പഞ്ചാരി മേളമല്ല,
സംഭവം എന്തോ നടക്കുന്നുണ്ട്. ലുലുമാൾ പുറകിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ബാൻഡിൻ്റെ കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. രാഗദീപം വായിക്കുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നുള്ള. അപ്പോൾ അവർ വായിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ 3:45 നമ്മളൊന്ന് സെറ്റായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കുറച്ച് പാട്ടുകൾ എടുക്കാൻ പറ്റും. നമ്മളെ പാട്ട് ഇത് ബാൻഡിൻ്റെ സെപ്പറേറ്റ് വരുന്ന മേളക്കാരൻ എന്ന് പറയുന്ന ചാനലാണ്. അതിലാണെങ്കിൽ നമ്മൾ ഇവിടെ വായിക്കുന്നതും അതുപോലെ തന്നെ പൂരത്തിനുള്ള പല വീഡിയോസ് നമുക്ക് അതിൽ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചകൾ വരികയാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് കുറേ കടകളുണ്ട്, പിന്നെ ബാൻഡിനെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ഫ്ലോറിലായിരിക്കും ബാൻഡൊക്കെ വായിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് എന്നുള്ളത് ഇതുവരെ മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം. നമ്മുടെ ലുലു മാളിൽ ഓഗസ്റ്റ് 1-2 തീയതികളിൽ ഇതുപോലെ നമ്മുടെ ഉത്സവം, ഒരു പൂരപ്പറമ്പ് അല്ലെങ്കിൽ ഒരു ഓണാഘോഷം എന്ത് വേണമെങ്കിലും പറയാം, ഒരുപാട് കലാപരിപാടികൾ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു തിരുവോളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ ഇപ്രകാരമൊക്കെ ആയിരുന്നു ഇതിനകത്ത്. പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ തന്നെ ഒരു വ്ളോഗായിട്ട്, ഒരു എപ്പിസോഡായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ബാൻഡുണ്ടായിരുന്നു, രാഗദീപം വായിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ കലാകാരന്മാരാണ് നമ്മൾ ഇടയ്ക്ക് കണ്ടത്. എനിക്ക് അതിലുള്ള ആൾക്കാർ തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. അവരുമായിട്ടുള്ള നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ അവരെ കാണാനും അവരുടെ പ്രോഗ്രാംസ് എടുക്കാൻ വേണ്ടി കൂടെയാണ് ഞാൻ വന്നത്. പിന്നെ ആട്ടക്കലാസമിതി, അങ്ങനെ തുടങ്ങി ഒരുപാട് കലാകാരന്മാർ വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞു, നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. വന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ യാത്രാ ചാനലാണ്, ഇനിയും യാത്രകൾ വരുന്നുണ്ട്. അടുത്തൊരു യാത്രയായിട്ട് കാണാം കേട്ടോ. ബൈ.